2026 ജൂലൈ 4 ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യത്തിൻ്റെ മുഖത്ത് നോക്കി ഇനിയില്ല എന്ന് 13 കോളനികൾ വിളിച്ചു പറഞ്ഞിട്ട് ഇന്നേക്ക് 250 വർഷങ്ങൾ തികയാണ്. പക്ഷേ ഇത് അമേരിക്ക എന്ന വെറും ഒരു രാജ്യത്തിൻ്റെ ജന്മദിനം മാത്രമല്ല. തകർച്ചയുടെ വക്കിലെത്തിയിട്ടും ഒരു അയൽ രാജാവിൻ്റെ പ്രതികാര ബുദ്ധിയിൽ മാത്രം രക്ഷപ്പെട്ട ഒരു വിപ്ലവത്തിൻ്റെ കഥയാണ്. സൗഹൃദത്തിൻ്റെ പ്രതീകമായി ന്യൂയോർക്ക് ഹാർബറിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്ന ഒരു പന്തത്തിൻ്റെ കഥയാണ്. പാരീസ് മുതൽ ന്യൂഡൽഹി വരെയുള്ള ജനാധിപത്യങ്ങൾക്ക് അടിത്തറയിട്ട 237 വർഷം പഴക്കമുള്ള ഒരു രേഖയുടെ കഥയാണ്. യുദ്ധക്കളങ്ങളിൽ നിന്നും ലബോറട്ടറികളിലേക്ക് പടർന്ന് ഇന്ന് ഇൻ്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി മനുഷ്യരാശിത്തന്നെ മാറ്റിമറിച്ച ഒരു ആശയത്തിൻ്റെ കൂടെ കഥയാണ്. 250 വർഷങ്ങൾക്ക് ഇപ്പുറവും ലോകത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാവിസ്മയം അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ രാജ്യത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ആ കഥയിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ആയിരത്തി 1760 ബ്രിട്ടൻ വലിയ യുദ്ധക്കടത്തിലായി. അത് വീട്ടാനായിട്ട് അവർ തിരഞ്ഞെടുത്തത് സ്വാഭാവികമായിട്ടും തങ്ങളുടെ അമേരിക്കൻ കോളനികളെയാണ്. പേപ്പർ, ചായപ്പൊടി, ഗ്ലാസ്, കളിക്കുന്ന കാർഡുകൾക്ക് വരെ അവർ നികുതി ചുമത്തി. എന്നാൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഈ കോളനികൾക്ക് ഒരു വോട്ടവകാശമോ ശബ്ദമോ ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രതിഷേധം ഒരു യുദ്ധ മുദ്രാവാക്യമായി മാറി. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. 1773 അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്ത് കപ്പലുകളിൽ ചായ എത്തുന്നു ബ്രിട്ടനിൽ നിന്നും. ഈ ചായപ്പൊടി അവർ കംപ്ലീറ്റ് ആയിട്ട് കടലിൽ ഒഴുക്കുന്നു അമേരിക്കൻ ഫൈറ്റേഴ്സ്. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. 1775 ഏപ്രിൽ ആയപ്പോഴേക്കും ലെക്സിംഗ്ടണിലും കോൺകോർഡിലും യുദ്ധം തുടങ്ങുന്നു. ചരിത്രം അതിനെ വിളിച്ചത് ലോകം കേട്ട ആദ്യത്തെ വെടിയൊച്ച എന്നാണ്. പക്ഷേ ഇതൊരു നികുതി സമരം മാത്രമായിരുന്നില്ല. ഒരു രാജാവിൻ്റെ ഇഷ്ടമല്ല, ജനങ്ങളുടെ സമ്മതമാണ് ഭരണത്തിൻ്റെ അടിസ്ഥാനം എന്ന വിപ്ലവാത്മകമായ ചിന്തയുടെ തുടക്കം കൂടിയായിരുന്നു. 1776 ജൂലൈ 4 ആ ചിന്ത ഒരു വലിയ പ്രഖ്യാപനമായി മാറി. ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ ആൻഡ് ദേ ഹാവ് അൺഡിനേബിൾഡ് റൈറ്റ്സ് എന്നുള്ള വലിയ പ്രഖ്യാപനമുണ്ടാകുന്നു. പ്രഖ്യാപനങ്ങളെ കേൾക്കാൻ മനോഹരമായിരുന്നു. പക്ഷേ യുദ്ധകാര്യങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായിരുന്നില്ല. കോൺഗ്രസിൻ്റെ പക്കൽ അന്ന് ആകെ ഉണ്ടായിരുന്നത് ഒരു സാധാരണ സൈന്യവും ശൂന്യമായിട്ടുള്ള ഒരു ഖജനാവുമായിരുന്നു അമേരിക്കൻ കോൺഗ്രസിൻ്റെ അടുത്ത്. എന്നാൽ അവർക്ക് മുന്നിൽ ഒരേ ഒരു വഴി ഉണ്ടായിരുന്നത് ശക്തനായ ഒരു അലയെ, ഒരു കൂട്ടുകാരനെ കണ്ടെത്തുക എന്നുള്ളതാണ്, തങ്ങളുടെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട്. അത് അവർ കണ്ടെത്തിയത് ഫ്രാൻസിലായിരുന്നു. ബ്രിട്ടൻ്റെ ഏറ്റവും പഴയ ശത്രു യൂറോപ്പിലെ. കാനഡയും വലിയൊരു സമ്പത്തും ബ്രിട്ടനോട് തോറ്റ് നഷ്ടപ്പെട്ടതിൻ്റെ ഒരു പക ഫ്രാൻസിനുണ്ടായിരുന്നതാണ്. 1776 അവസാനത്തിൽ അമേരിക്ക തങ്ങളുടെ ഏറ്റവും പ്രശസ്തനായ പൗരനെ പാരീസിലേക്ക് അയക്കുന്നു, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. എഴുത്തുകാരനായും ശാസ്ത്രജ്ഞനായും യൂറോപ്പിലാകെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രശസ്തനാണ്. അദ്ദേഹം അവിടെ ഒരു നയതന്ത്രജ്ഞനും ചാരനും പ്രചാരകനുമൊക്കെ ആയിട്ട് മാറുന്നു. അദ്ദേഹത്തിന് ഫ്രഞ്ച് കൊട്ടാരം പല മീറ്റിങ്ങിനും വിളിക്കുന്നു, അവർ സ്വാധീനിക്കുന്നു, വായ്പകളും വെടിമരുന്നുകളും ഒക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അദ്ദേഹം പരസ്യമായ ഒരു സഖ്യത്തിനായിട്ടുള്ള സമ്മർദ്ദവും ചെലുത്തുന്നുണ്ടായിരുന്നു. ഫ്രാൻസ് ആദ്യം അതിനൊന്നും മടിച്ചു. ഒരു രാജാവ് മറ്റൊരു രാജാവിനെതിരെ ഉള്ള വിമതരെ സഹായിക്കുന്നത് അപകടകരമായ കളിയാണെന്ന് ഫ്രാൻസ് മനസ്സിലാക്കി. എന്നാൽ 1777 ഒക്ടോബറിൽ സരട്ടോഗയിൽ അമേരിക്കൻ സൈന്യം അവിശ്വസനീയമായ ഒരു വിജയം ബ്രിട്ടനെതിരെ നേടുന്നു. അതോടെ യുദ്ധം അമേരിക്ക ജയിക്കുമെന്ന തോന്നൽ ഫ്രാൻസിനുണ്ടാകുന്നു. ബ്രിട്ടനെ തളർത്താൻ ഇതിലും വലിയൊരു അവസരമില്ലെന്ന് കണ്ട് ഫ്രഞ്ച് വിദേശകാര്യ വകുപ്പ് മന്ത്രി വേഗത്തിൽ കരുക്കൾ നീക്കുന്നു. 1778 ഫെബ്രുവരി 6 അമേരിക്കയും ഫ്രാൻസും തമ്മിൽ ഔദ്യോഗികമായ സഖ്യം ഒപ്പുവയ്ക്കുന്നു. പണവും ആയുധങ്ങളും അമേരിക്കയിലേക്ക് ഒഴുകുന്നു. പിന്നീട് ഫ്രഞ്ച് യുദ്ധക്കപ്പലുകൾ എത്തുന്നു. 10,000 സൈനികരും ജോർജ് വാഷിങ്ടണിൻ്റെ ഒപ്പം അമേരിക്കയ്ക്ക് വേണ്ടി പോരാടാനായിട്ട് എത്തിച്ചേരുന്നു. 1781 വെർജീനിയയിലെ യോർക്ക് ടൗണിൽ വെച്ച് ആ ക്ലൈമാക്സ് നടക്കുകയാണ്. ഫ്രഞ്ച് നാവികസേന കടൽ മാർഗവും വാഷിങ്ടണിൻ്റെ ഫ്രാൻസിൻ്റെയുള്ള സംയുക്ത സൈന്യം കരമാർഗവും ബ്രിട്ടന് വളയുന്നു. ഒടുവിൽ ബ്രിട്ടീഷ് ജനറൽ കോൺവാലിസ് കീഴടങ്ങുന്നു. യുദ്ധം അവസാനിക്കുന്നു. 2 വർഷത്തിന് ശേഷം ഒപ്പുവെച്ച ട്രീറ്റി ഓഫ് പാരീസ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടിയോടെ അമേരിക്ക ഒരു സ്വതന്ത്ര രാജ്യമായി മാറുന്നു. ഫ്രാൻസിൻ്റെ ആ പക ഒരു പുതിയ രാജ്യത്തിന് ജന്മം നൽകുന്നു. പിന്നീട് ലോകത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ച ഒരു രാജ്യത്തിൻ്റെ ജന്മമായിരുന്നു അന്ന് അവിടെ. സ്വാതന്ത്ര്യം നേടി. എന്നാൽ ഇനി രാജ്യം എങ്ങനെ ഭരിക്കും? കാര്യം എപ്പോഴും കാര്യങ്ങളൊക്കെ പറയാൻ എളുപ്പമാണ്. ഈ അണ്ടിയോർ അടുക്കുമ്പോഴാണല്ലോ മാങ്ങയിലെ പുളി എറിയുന്നത്. 1787 ഫിലാഡൽഫിയയിൽ ഒത്തുകൂടിയ ഒരു പ്രതിനിധികൾ
അല്ലെങ്കിൽ US വേണ്ടിയിട്ട് റൂൾ ചെയ്യാനുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ഭരണഘടന തയ്യാറാക്കുന്നു. ഒരു വ്യക്തിക്കോ ഭരണകൂടത്തിൻ്റെ വിഭാഗത്തിനോ അധികാരം കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കൃത്യമായ ചെക്കുകളും ബാലൻസുകളും അവർ രൂപകൽപ്പന ചെയ്യുന്നു. എങ്കിലും സാധാരണ പൗരന്മാരുടെ അവകാശങ്ങൾ ഉറപ്പു നൽകുന്ന ഒന്നും അതിലില്ലായിരുന്നു. അങ്ങനെ 1791 ആദ്യത്തെ 10 ഭേദഗതികൾ ഉൾപ്പെടുന്നു ബിൽ ഓഫ് റൈറ്റ്സ് വരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, നീതിപൂർവമായ വിചാരണയ്ക്കുള്ള അവകാശങ്ങൾ എന്നിവ ഈ ബിൽ ഓഫ് റൈറ്റ്സിലൂടെ ഉറപ്പാക്കപ്പെടുന്നു. ഭരണകൂടത്തിൻ്റെ അധികാരം നിയമത്തിന് വിധേയമായിരിക്കണമെന്ന വിപ്ലവാത്മകമായ ഒരു പരീക്ഷണമായിരുന്നു അത്. ലോകത്ത് മറ്റൊരു റിപ്പബ്ലിക്കും അന്ന് വരെ അത്രയും വലിയ തോതിൽ നടപ്പിലാക്കാൻ തുനിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഒരു റിപ്പബ്ലിക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ സംശയമാണ്. എന്നാൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന വാചകം എല്ലാവർക്കും ബാധകമായിരുന്നില്ല. അടിമത്തം 90കളോളം വർഷം കൂടെ അമേരിക്കയിൽ തുടർന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കുന്ന 1867 സിവിൽ വാറിലേക്ക് വരെ നയിക്കുന്നു. ഒടുവിൽ ആഭ്യന്തര യുദ്ധത്തിലെ വിജയത്തിന് ശേഷം 1865 ഡിസംബർ 6 നിലവിൽ വന്ന 13ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അമേരിക്ക അടിമത്തം പൂർണ്ണമായും നിരോധിക്കുന്നു. ദ 13th അമെൻമെൻറ്റ് ഓഫ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റാണ്. അമേരിക്കയുടെ കഥ 1776 അവസാനിച്ച ഒന്നല്ല, പകരം തലമുറകളായി പോരാടി തിരുത്തി എഴുതിയ ഒരു തുടർച്ച കൂടെയാണ് എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു ആ 13th അമെൻമെൻറ്റ്. അടിമത്തം അവസാനിച്ചതിന് ശേഷം അമേരിക്കയുടെ 100ാം ജന്മദിനത്തിനോടനുബന്ധിച്ച് ഫ്രഞ്ച് ചരിത്രകാരനായ എഡ്വേർഡ് ഡി ലബൂലെ ഒരു വിസ്മയകരമായ ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെയും അടിമത്ത നിരോധനത്തിൻ്റെയും പ്രതീകമായി ഫ്രാൻസ് നൽകുന്ന ഒരു ഭീമൻ സ്മാരകം. ശില്പിയായ ബർത്തലോഡി അത് രൂപകൽപ്പന ചെയ്തപ്പോൾ ഈഫൽ ടവറിൻ്റെ ശില്പിയായ ഗുസ്താവ് ഈഫൽ കൂടെ ചേർന്നാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഡിസൈൻ ചെയ്യുന്നത്. പണ്ടില്ലാത്ത വിധമുള്ള ഒരു സ്റ്റാച്യു. ഇത് നിർമ്മിക്കാനായി തുടങ്ങിയ അവസാനം കാശ് കണ്ടെത്താനായി ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അങ്ങനെ 1876 വരേണ്ട ശില്പം 10 വർഷം കഴിഞ്ഞ് 1886 ന്യൂയോർക്ക് തുറമുഖത്തെത്തുന്നു. അവിടെ തന്നെ സ്ഥാപിക്കപ്പെടുന്നു സ്റ്റാച്യു ഓഫ് ലിബർട്ടിയായ എല്ലിസ് ഐലൻഡിൽ. 1778 ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള ഫ്രാൻസിൻ്റെ പ്രഖ്യാപനം കൂടെയായിരുന്നു ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പിന്നീട് എല്ലിസ് ഐലൻഡ് വഴി അമേരിക്കയിലേക്ക് വന്ന ദശലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ സ്വീകരിച്ചത് ഈ പ്രതിമയായിരുന്നു. ഒരു ഭൂതകാലത്തിൻ്റെ സ്മാരകമല്ല, ഭാവിയിലേക്കുള്ളൊരു വാഗ്ദാനമായി സ്റ്റാച്യു ഓഫ് ലിബർട്ടി മാറുകയുണ്ടായി, പ്രതീക്ഷയുടെ വാഗ്ദാനമായി. ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യയിലേക്കാണ്. കഥ നമ്മളിലേക്ക് എത്തുന്നത് അവിടെയാണ്. 1947 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചനം നേടിയ ഇന്ത്യ നമ്മുടേതായിട്ടുള്ള ഭരണഘടന എഴുതാനായിട്ട് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി വരുന്നു അംബേദ്കറുടെ നേതൃത്വത്തിൽ. ലോകമെമ്പാടുമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി പഠിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അവർ പഠിക്കുന്നു. അമേരിക്കയിൽ നിന്ന് ഏറ്റവും പ്രധാനമായും സ്വീകരിച്ചത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു, മൗലിക അവകാശങ്ങൾ. ഒപ്പം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും ജുഡീഷ്യൽ റിവ്യൂവും. ഇതൊരു പകർത്തി എഴുത്തൊന്നും അല്ലായിരുന്നു. ബ്രിട്ടൻ്റെ പാർലമെൻറ്റ് സംവിധാനമുണ്ടായിരുന്നു, അയർലൻഡ് മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളുണ്ടായിരുന്നു, കാനഡയുടെ ഫെഡറൽ ഘടനയും ചേർത്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിച്ചത്. എങ്കിലും പൗരന്മാരുടെ അവകാശങ്ങൾ ഭരണകൂടത്തിന് പോലും തൊടാനാകില്ല എന്ന അമേരിക്കൻ ചിന്ത ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യയുടെ ജീവനാഡിയായി മാറുകയാണ് ഉണ്ടായത്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇന്നും നമ്മൾ ഹൃദയത്തിനോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പവർഫുള്ളായ എൻറ്റിറ്റി. 20ാം നൂറ്റാണ്ടായപ്പോഴേക്കും അമേരിക്കയുടെ സ്വാധീനം വെറും പേപ്പറിലെ ആശയങ്ങൾ മാത്രമായിരുന്നില്ല, അത് എൻജിനീയറിങ്ങും ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒക്കെ ആയിട്ട് മാറി. 1ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക അന്താരാഷ്ട്ര കാര്യങ്ങളിൽ നിന്നും സ്വല്പം ഒന്ന് പിന്നോട്ട് വലിഞ്ഞു. ലീഗ് ഓഫ് നേഷൻസിൽ അമേരിക്ക ചേർന്നിരുന്നില്ല. യുണൈറ്റഡ് നേഷൻസ് പോലെ അന്ന് ഉണ്ടായതാണ് ലീഗ് ഓഫ് നേഷൻസ്. എങ്കിലും 1924 ഡാവിസ് പ്ലാൻ വഴി സാമ്പത്തികമായി തകർന്ന ജർമ്മനിയെ സഹായിക്കാൻ അവർ കോടിക്കണക്കിന് ഡോളർ അമേരിക്കൻ ബാങ്കുകളിൽ നിന്നും ജർമ്മനിയിലേക്ക് വഴി. കുറച്ചു കാലമൊക്കെ അത് വിജയിച്ചുവെങ്കിലും 1929 സാമ്പത്തിക മാന്ദ്യം എല്ലാം തകിടം മറിച്ചു. പിന്നീട് 2ാം ലോക മഹായുദ്ധത്തിലേക്കാണ് അത് കൊണ്ടുചെന്നെത്തിച്ചത്. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക തെറ്റ് ആവർത്തിച്ചില്ല. യൂറോപ്പ് തകർന്ന് തരിപ്പണമായപ്പോൾ അമേരിക്കൻ വിദേശകാര്യമന്ത്രി ജോർജ് മാർഷൽ ചരിത്രത്തിലില്ലാത്തൊരു പദ്ധതി പ്രഖ്യാപിച്ചു. ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരുപോലെ പുനർനിർമ്മിക്കാനായി അമേരിക്ക ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമെന്ന്. 1948 1951 ഇടയിൽ $13 ബില്യൺ, ഇന്നത്തെ ഏതാണ്ട് $100 ബില്യൺ അമേരിക്കൻ പടിഞ്ഞാറൻ യൂറോപ്പിലെ റെയിൽവേകളും ഫാക്ടറികളും കൃഷിയിടങ്ങളും നന്നാക്കാനായി നൽകി. വെറും 4 വർഷം കൊണ്ട് ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ യുദ്ധത്തിന് മുൻപുള്ളതിനേക്കാൾ ശക്തിയുള്ളതായി. യൂറോപ്പ് പുനർജനിച്ചപ്പോൾ മറ്റൊരു വലിയ പ്രതിസന്ധി ലോകത്തുടലെടുത്തു, ദ കോൾഡ് വാർ.
അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ ആഗോള പോരാട്ടം. ജനാധിപത്യവും മുതലാളിത്തവും ഒരു വശത്തും കമ്മ്യൂണിസവും ഏകാധിപത്യവും മറുവശത്തും. ഈ അതിജീവന പോരാട്ടം യുദ്ധക്കളത്തിൽ മാത്രമായിരുന്നില്ല, ക്ലാസ് റൂമുകളിലും ലബോറട്ടറികളിലും എന്തിന് അങ്ങ് ബഹിരാകാശത്ത് വരെ ഉണ്ടായിരുന്നു. 1957 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വിക്ഷേപിച്ചപ്പോൾ അമേരിക്ക ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ കോടിക്കണക്കിന് ഡോളർ ഒഴുകി. അതിൻ്റെ ഫലമായിരുന്നു 1969 നീൽ ആംസ്ട്രോങ്ങും ബസ് ആൾഡ്രിനും മൈക്കിൾ കോളിൻസും ചന്ദ്രനിലിറങ്ങിയത്. എന്നാൽ ഈ സൈനിക ശാസ്ത്ര മത്സരത്തിനിടയിൽ രൂപം കൊണ്ട മറ്റൊരു രഹസ്യ പ്രോജക്റ്റാണ് പിന്നീട് ലോകത്തിനെ മാറ്റിമറിച്ചത്. ഒരു ആണവാക്രമണം ഉണ്ടായാൽ പോലും തകരാത്തൊരു കമ്പ്യൂട്ടർ ശൃംഖല നിർമ്മിക്കാനായി അമേരിക്ക എടുക്കുന്നു. അതിനെയാണ് പ്രോജക്റ്റ് അർപ്പാനെറ്റ്. ഇതേസമയം സാൻ ഫ്രാൻസിസ്കോയിൽ തെക്കുള്ള താഴ്വരയിൽ സിലിക്കൺ വാലിയിൽ മൈക്രോ പ്രോസസ്സുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള തിരക്കിലായിരുന്നു ശാസ്ത്രജ്ഞർ. ആ സ്ഥലം പിന്നീട് സിലിക്കൺ വാലി എന്നറിയപ്പെട്ടു. ഹാർഡ്വെയറും നെറ്റ്വർക്കും കൈകോർത്തപ്പോൾ ശീതയുദ്ധത്തിൻ്റെ തീച്ചൂളയിൽ ആധുനിക ഡിജിറ്റൽ ലോകത്തിൻ്റെ തറക്കല്ലിടുകയായിരുന്നു അവിടെ. നമ്മളിന്ന് കാണുന്ന ഒരു വിധപ്പെട്ട എല്ലാ ടെക്നോളജി ഇന്നോവേഷൻസും നടന്നത് അമേരിക്കയിൽ നിന്നായിരുന്നു. ഈ അർപ്പാനെറ്റാണ് പിന്നീട് ഇൻ്റർനെറ്റായിട്ട് മാറുന്നത്. അതിൻ്റെ കഥയിലേക്ക് നമുക്ക് പോകാം. 1991 സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ ശീതയുദ്ധം അവസാനിക്കുന്നു. ലോകം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന് വഴിയൊരുക്കുകയാകട്ടെ അമേരിക്ക തങ്ങളുടെ സൈനിക ആവശ്യത്തിനായി നിർമ്മിച്ച അതേ സാങ്കേതികവിദ്യ, അതേ അർപ്പാനെറ്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു. അത് ഇൻ്റർനെറ്റായി മാറുന്നു. വേൾഡ് വൈഡ് വെബ് യൂറോപ്പിലാണ് പിറന്നതെങ്കിലും അതിനെ ആഗോളതലത്തിൽ വളർത്തി വലുതാക്കിയെടുത്തത് അമേരിക്കൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ മാത്രമാണ്. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഗൂഗിൾ, ആമസോൺ കമ്പനികളും ഉൽപ്പന്നങ്ങളും മാത്രമല്ല ഉണ്ടാക്കിയത്. പുതുതായ ഡിജിറ്റൽ നഗരങ്ങളും ചിന്തകളും സംസ്കാരങ്ങളും അമേരിക്കൻ കമ്പനീസ് എടുക്കുമായിരുന്നു. കാലിഫോർണിയയിൽ ഡിസൈൻ ചെയ്ത ഒരു സ്മാർട്ട് ഫോൺ US മിലിറ്ററി വിക്ഷേപിച്ച GPS സാറ്റലൈറ്റുകൾ ഉപയോഗിക്കുന്നു. അമേരിക്കൻ എഞ്ചിനീയേഴ്സ് എഴുതിയ സോഫ്റ്റ്വെയറിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇത് ഇരിക്കുന്നത് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരൻ്റെ കയ്യിലായിരുന്നു. ടോക്കിയോയിലെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലായിരുന്നു. അമേരിക്കൻ ഇന്നോവേഷൻ ലോകത്തിൻ്റെ അതിരുകളെ ഭേദിച്ച് മുന്നേറുന്ന ഒരു കാലം. ജനകീയമാകുന്നു, ടെക്നോളജി ജനകീയമായി മാറുന്നു. ഓരോ വ്യക്തിക്കും സ്വന്തം ശബ്ദം ലോകത്തെ അറിയിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം ഈ ഇന്നോവേഷനിലൂടെ കിട്ടുന്നു. അങ്ങനെ 250 വർഷങ്ങൾക്കപ്പുറം നമ്മൾ ഇന്ന് 2026 നിൽക്കുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനമുള്ള സാങ്കേതിക വിദ്യയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വിപ്ലവം. അമേരിക്കൻ സർവകലാശാലകളിൽ പതിറ്റാണ്ടുകളുടെ ഗവേഷണവും സിലിക്കൺ വാലിയുടെ ഭീമൻ കമ്പ്യൂട്ടിംഗ് ശേഷിയും ചേർന്നപ്പോൾ AI എന്നത് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ നിന്നും മാറി യാഥാർത്ഥ്യമായി മാറുന്നു. മനുഷ്യനെപ്പോലെ സംസാരിക്കാനും കോഡ് ചെയ്യാനും ചിന്തിക്കാനും ശേഷിയുള്ള ജനറേറ്റീവ് AI മോഡലുകൾ അമേരിക്കയിലും ഇന്ന് ലോകത്തിൻ്റെ പല സ്ഥലത്ത് വികസിക്കപ്പെടുന്നു. ഇതൊരു പുതിയ സാങ്കേതിക വിദ്യയല്ല, മറിച്ച് മനുഷ്യരാശിയുടെ പുതിയ ബ്രെയിൻ ഡെവലപ്മെൻറ്റാണ്. യൂറോപ്പിൽ ലാബുകൾ മരുന്നുകൾ കണ്ടെത്തുന്നത് മുതൽ ഏഷ്യയിലെ കൃഷി രീതികൾ, ആഫ്രിക്കയിലെ കൃഷി രീതികളൊക്കെ മെച്ചപ്പെടുത്തുന്നത് ഈ AI സാങ്കേതിക വിദ്യയാണ്. US ഭരണഘടന എങ്ങനെയാണോ ആധുനിക ജനാധിപത്യങ്ങൾക്ക് ബ്ലൂ പ്രിൻ്റ് നൽകിയത്, അതുപോലെ അമേരിക്കൻ AI ലാബുകൾ അടുത്ത നൂറ്റാണ്ടിലെ മനുഷ്യ പുരോഗതിയുടെ വേഗതയെ നിർണ്ണയിക്കുകയാണ്. 2026 ജൂലൈ 4 വാഷിങ്ടണിലെ ആകാശത്ത് വെടിമരുന്ന് പ്രയോഗം നടക്കുമ്പോൾ വെളിച്ചം കാണുമ്പോൾ നിങ്ങൾ കാണുന്നത് വെറും ഒരു ആഘോഷം മാത്രമല്ല, ഒരു ഫ്രഞ്ച് രാജാവിൻ്റെ പ്രതികാരം എങ്ങനെയാണ് ഒരു രാജ്യത്തെ നിർമ്മിച്ചെടുത്തു എന്നതിൻ്റെ തെളിവാണ്. ന്യൂയോർക്ക് തുറമുഖത്തു നിന്നും ഇന്നും ജ്വലിക്കുന്ന സൗഹൃദത്തിൻ്റെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ, ഇന്ത്യയിലേക്ക് വരെ സഞ്ചരിച്ച ഒരു ഭരണഘടനയുടെ ആത്മാവിനെയാണ് നിങ്ങൾ കാണുന്നത്. ഒപ്പം മനുഷ്യർക്ക് കഴിവുകളും അതിരുകളും ഉണ്ടാകരുതെന്ന സ്വതന്ത്ര ചിന്തയെ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകളിലും കോഡുകളിലും ആവാഹിച്ച് ലോകത്തിനെ പരസ്പരം ബന്ധിപ്പിച്ച ടെക്നോളജിക്കൽ ഇന്നോവേഷൻ്റെ കൂടെ തെളിവാണ് നിങ്ങൾ ആ ഫയർ വർക്സിൽ കാണുന്നത്. 250 വർഷം പഴക്കമുള്ള ഒരു പരീക്ഷണം, പലപ്പോഴും പിഴച്ചും തിരുത്തിയും മുന്നോട്ട് പോയ ചരിത്രം. പക്ഷേ ഫിലാഡൽഫിയയിലെ ആ പഴയ ഹാളുകൾ മുതൽ ഡിജിറ്റൽ ലോകത്തിൻ്റെ സെർവർ ഫാമുകൾ വരെ ഒരൊറ്റ കാര്യം വ്യക്തമാക്കുന്നു: അധികാരം രാജാക്കന്മാർക്കല്ല, പൗരന്മാർക്കെന്ന വിപ്ലവകാത്മകമായ ചിന്ത തുടങ്ങിയത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ന് ലോകത്തുള്ള രാജ്യങ്ങളും ജനതയും ഏറ്റുപാടാൻ ആഗ്രഹിക്കുന്ന ചിന്ത, ദ ഡെമോക്രാറ്റിക് തോട്ട്, സ്റ്റാർട്ടഡ് ഫ്രം അമേരിക്ക. ആ ഡെമോക്രാറ്റിക് തോട്ടിനാണ് 250 വർഷങ്ങൾ തികയുന്നത്. രാജ്യങ്ങൾക്കും അപ്പുറം നമ്മൾ നിൽക്കുന്ന ജനാധിപത്യ വ്യവസ്ഥിതി, നമ്മളുടെ ജനങ്ങൾ വോട്ട് ചെയ്ത് നമ്മളെ റൂൾ ചെയ്യാൻ വരുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന രീതി, അതെല്ലാം വന്നത് US എന്ന് പറയുന്ന എൻറ്റിറ്റിയിൽ നിന്നാണ്. എന്നാലും ഈ വീഡിയോയിലൂടെ US-ൻ്റെ ഒരു കംപ്ലീറ്റ് ജിസ്റ്റ് നിങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു. 250 വർഷത്തെ ചരിത്രമാണ് 15 മിനിറ്റിൽ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും.